സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള സാബുദാന കിച്ചടിയാണ്. അപ്പോൾ ഈ നവരാത്രിക്ക് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് നവരാത്രി സ്പെഷ്യലായിട്ടുള്ള സാബുദാന കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വലിപ്പമുള്ള ചൗവരിയാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള ചൗവരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും ചെറിയ ചൗവരി നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ വലിയ ചൗവരി എടുത്തിട്ടാണ് നമ്മൾ സാധാരണ സാബുദാന കിച്ചടി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്യണം. അതിന് ശേഷമാണ് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അങ്ങനെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ മുകളിലൊരു വെള്ള പൊടി പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ സ്റ്റാർച്ചാണിത്. അപ്പോൾ അതൊക്കെ കളഞ്ഞ ശേഷമാണ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ ഇത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ചേർക്കാം. ഞാനിത് കഴുകി വെച്ചിട്ടുള്ള ചവരിയിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം തന്നെ ചേർക്കാം. ഞാനിപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് വെള്ളവും ചവരിയും ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 4 മുതൽ 5 മണിക്കൂർ വരെ നമുക്കത് സോക്ക് ചെയ്യാൻ വെക്കാം. അതല്ലെങ്കിൽ ഓവർനൈറ്റ് വേണമെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കാം. നമുക്കൊരു 5 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്ന് എടുത്തു നോക്കാം. ഞാനത് അടച്ചു വയ്ക്കുകയാണ്. ഇനി ഞാൻ 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. ഞാനത് നമുക്ക് സാബുദാനയൊക്കെ സോക്കായോ എന്നുള്ളത് നോക്കാം. ഇതാ ഡബിളായി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല. കംപ്ലീറ്റ് വെള്ളവും അബ്സോർബ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നന്നായി പൊടിഞ്ഞ പോലെ വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. ഇനി നമുക്ക് സാബുദാന കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് സാബുദാന കിച്ചടി തയ്യാറാക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് പീനട്ട് ആവശ്യമുണ്ട്. ഇത് വറുക്കാത്ത പീനട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. അങ്ങനെ കുക്കറിൽ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 വിസിൽ വരുമ്പോഴേക്ക് നമ്മുടെ പൊട്ടറ്റോ നന്നായി കുക്കായി കിട്ടും. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ അല്പം ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പീനട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇതൊരു 1/4 കപ്പ് ആണ് ഞാൻ പീനട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് പീനട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് പീനട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. എന്താ നമ്മുടെ പീനട്ടെല്ലാം നന്നായി റോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് നമ്മുടെ പീനട്ടെല്ലാം തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാണ്ട് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതിനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് കിട്ടും. ഇനി നമുക്കത് ചവരിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ കിച്ചടിയൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നത് നന്നായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചവരിയും നിലക്കടലയും നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും കൂടി പിടിക്കുന്ന രീതിയിലാണ് നമ്മളത് ഇളക്കിയെടുക്കേണ്ടത്. അങ്ങനത് എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പം മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ നെയ്യൊക്കെ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്, ക്യുമിൻ സീഡ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പീനട്ടും കൂടി ചേർക്കാം. അങ്ങനെ ജീരകവും നിലക്കടലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് സവാള ചേർക്കാം. പിന്നെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചറാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി
ഇനി നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടിയുപ്പ് ചേർക്കാം. എന്നിട്ട് ഇതുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നവരാത്രിക്കൊക്കെ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്നൊരു വിഭവമാണ് ഈ സാബുദാന കിച്ചടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെതാ പൊട്ടറ്റോ നെയ്യ് കിടന്നിട്ട് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചവ്വരി ചേർക്കാം. ക്രഷ്ഡ് പീനട്ടുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാബുദാനയാണ്. ഒട്ടും സ്റ്റിക്കി ആയിട്ടല്ല നിൽക്കുന്നത്. സാധാരണ സാബുദാന വെച്ചൊക്കെ ഡിഷ് ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കും, പക്ഷേ ഇത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരമുറി നാരങ്ങാനീരാണ്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതായത് സാബുദാന കിച്ചടി ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് ടൊമാറ്റോ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സീഡൊക്കെ ഒന്ന് റിമൂവ് ആക്കിയ ശേഷം ചേർക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നല്ല നനവായിരിക്കും ഈ സാബുദാന കിച്ചടി തയ്യാറാക്കുമ്പോൾ ഉണ്ടാവുക. ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ സാബുദാന കിച്ചടിയൊക്കെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാബുദാന കിച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി സ്പ്രെഡ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നോൺ സ്റ്റിക്കി ആയിട്ടുള്ള നല്ലൊരു കിച്ചടിയാണിത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള സാബുദാന കിച്ചടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഡിഷ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സാബുദാന കിച്ചടി വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. പൊട്ടറ്റോയും പീനട്ടും അതുപോലെ ഗീയും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചിലർ സാബുദാന കിച്ചടി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അല്പം പഞ്ചസാരയും കൂടി ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഈ സാബുദാന കിച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.